ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്നത്തെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലാണ്. ഇത് മീൻകറിയാണോ? മീൻകറി അല്ല കേട്ടോ. ഇതാണ് നമ്മുടെ മാങ്ങാക്കറി. നല്ല രുചിയുള്ള മാങ്ങാക്കറിയാണ്. അങ്കമാലി മാങ്ങാക്കറി ഒന്നുമല്ല. പക്ഷേ ഈ കറി ഒന്നും നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മീൻകറിയൊക്കെ മാറി നിൽക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മാങ്ങാക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ, പുളിയുള്ള മാങ്ങയാണ് കേട്ടോ, ഞാൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയെ ചെറുതാക്കി നുറുക്കിയതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു 4 വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളിയും അതോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയതാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടിയാണ് കേട്ടോ, ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തവി ഉപയോഗിച്ചിട്ട് നമുക്കിതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരല്പം കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നുപോയതാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടോ, മാങ്ങയൊക്കെ വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്നതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മിക്സിയിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വരുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് താളിപ്പ് തയ്യാറാക്കി ഒഴിക്കാം. നല്ല രുചികരമായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കറി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. എന്നും പച്ചക്കറികൾ കഴിക്കുന്നവർക്കൊക്കെ ഒരു പുളിയും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണിത് കേട്ടോ. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്യാസിൽ നിന്നും മാറ്റിയിട്ട് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ഒരു ഗോൾഡൻ നിറമാവുന്ന സമയത്ത് ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ താളിപ്പിനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പിനെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി മീൻകറി പോലെയുള്ള ഒരു കറിയാണ് കേട്ടോ. മീൻ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല അടിപൊളി രുചിയിലുള്ളൊരു മാങ്ങാക്കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.